ഹായ്, എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ വാഴച്ചലിന് സമീപം അരുവിക്കുഴിയിൽ റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു 1435 സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ മതിലൊക്കെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ഡിസൈനിൽ LED ലൈറ്റൊക്കെ ചെയ്ത് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ ഉള്ളിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ കണ്ടില്ലേ, ഇവിടെയും മുറ്റം പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം ഈ മുറ്റത്ത് ഏകദേശം ഒരു 2 വാഹനങ്ങൾ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അത്രയും വിസ്തൃതി ഈ മുറ്റത്തിനുണ്ട്. വീടിനുള്ളിലെ കാഴ്ചകളിലോട്ട് വരുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ നേരെ വരുമ്പോഴേക്കും ഇതാ ഈ ഭാഗത്തൊരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് കടന്ന് നേരെ വരുമ്പോഴേക്കും ഇതാ കണ്ടില്ലേ, ഈ കട്ടള ഡോറ് ഇതാ അതിമനോഹരമായി ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഡോറ്, ഇതെല്ലാം തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതാ ഈ ഭാഗത്തായിട്ട് ഇതാ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹാളിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴേക്കും റോഡിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിനുള്ളിലെ കാഴ്ചകളിലോട്ട് വരാം. വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലോട്ട് വരുമ്പോഴേക്കും നേരെ കയറി വരുമ്പോഴേക്കും ഒരു ഹാളുണ്ട്. ഇതാ ഈ ഹാളിൻ്റെ ഇൻറ്റീരിയറൊക്കെ അതിമനോഹരമായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു TV ഏരിയയും അതിമനോഹരമായിട്ട് ഒരു തടിയുടെ ഷെയ്ഡിൽ ഒരു TV ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ വീട്ടിൻ്റെ സ്റ്റെയർ കേസ് അകത്തൂടെയാണ് വരുന്നത്. ഈ സ്റ്റെയർ കേസിന് സമീപത്ത് വരുന്ന ഭാഗം ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ടെയിലൊക്കെ ഇട്ട് അതേപോലെ ഈ താഴ്ഭാഗം LED ഒക്കെ സെറ്റ് ചെയ്ത് അതിമനോഹരമായിട്ട് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ നിലയിലെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ ഹാളിൽ നിന്നും നേരെ നമുക്ക് കിച്ചൻ്റെ കാഴ്ചകളിലോട്ട് വരാം. കിച്ചൻ്റെ കാഴ്ചകളിലോട്ട് വരുമ്പോഴേക്കും കിച്ചൺ വാസ്തുപ്രകാരമാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കിച്ചൻ്റെ സ്കബോർഡ് വർക്കുകളെല്ലാം അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിനകത്ത് LED ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലോട്ട് വരാം. ഹാള് കഴിഞ്ഞ് ഇതാ ഈ ഭാഗത്തായിട്ട് കിച്ചൺ കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയ, അതായത് ഹാളും ഡൈനിങ് ഏരിയയും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഇതാ കണ്ടില്ല, ഒരു വാഷ് ബേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലോട്ട് വരുമ്പോഴേക്കും അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമും അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജോൺസന്റെ മെറ്റീരിയൽസ് ആണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹാളിൽ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള കാഴ്ചകളെല്ലാം ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ നിലയിലെ കാഴ്ചകളിലോട്ട് പോകാം. രണ്ടാമത്തെ നിലയിലെ കാഴ്ചകളിൽ പൂർണ്ണമായിട്ടും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സീലിംഗ് ഒക്കെ ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കെല്ലാം അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ആ LED ലൈറ്റും ഒക്കെ ചെയ്ത് അതിമനോഹരമായിട്ടുണ്ട്. രണ്ടാമത്തെ നിലയിൽ സ്റ്റെയർ കയറി നേരെ വരുമ്പോഴേക്കും ഈ ഭാഗത്ത് ഒരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയൊരു ഹാള് പോലെയൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലും ഈ ഭാഗത്ത് ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മുൻവശത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ അതിമനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സ്പേസ്, ഈ റൂമും അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു റൂം തന്നെയാണ്. പിന്നെ ഇതിനോടൊപ്പം ചേർന്ന് തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. രണ്ടാമത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലോട്ട് വരാം. ഈ രണ്ടാമത്തെ ബെഡ്റൂമും അതിവിശാലം തന്നെയാണ്, ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നും നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ഈ ഭാഗത്ത് വരുമ്പോഴേക്കും ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ ചെയ്യാത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുമ്പോഴേക്കും അതിമനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല മലനിരകളൊക്കെ അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രാവിലെ ആണെങ്കിലും അതേപോലെ വൈകുന്നേരങ്ങളിൽ ചായ കുടിച്ചിരിക്കാനൊക്കെ ഒരു സ്പേസ് ഈ മേൽഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഭാഗം. രണ്ടാമത്തെ നിലയിൽ അതിവിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി. ഇവിടെ നിന്ന് നല്ല ഈ മലയുടെ വ്യൂ ഒക്കെ കിട്ടാത്ത രീതിയിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട വേറൊരു ഹൈലൈറ്റ്,
നമ്മുടെ ഈ ബാൽക്കണിയുടെ തൊട്ടടുത്തായിട്ട് ഇതാ ഇവിടെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ അതല്ല എങ്കിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ആയിട്ടും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. വീടിന് പുറകുവശത്തായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്യാം. ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാഴിച്ചൽ അരുവിക്കുഴിയിലാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന റോഡ് വെള്ളറടയിൽ നിന്നും കള്ളിക്കാട് നെയ്യാർ ഡാമിലോട്ട് പോകുന്ന റോഡാണ് ഈ കടന്നു പോകുന്നത്. ഇവിടെ നിന്നും നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 കിലോമീറ്റർ പോകുമ്പോഴേക്കും വെള്ളറടയാകും. പിന്നെ അതേപോലെ തന്നെ കള്ളിക്കാട് നെയ്യാർ ഡാം ഈ ഭാഗത്തോട്ടൊക്കെ നേരെ പോയാൽ മതിയാകും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ കഷ്ടിച്ച് 1 കിലോമീറ്റർ മാറുമ്പോഴേക്കും വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജ് ഉണ്ട്. അതേപോലെ തന്നെ 1 കിലോമീറ്റർ റേഡിയസിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ചെമ്പൂരിലോട്ട് പോകാനായിട്ട് 6 കിലോമീറ്ററും കാട്ടാക്കടയ്ക്ക് പോകാനായിട്ട് 10 കിലോമീറ്ററും തിരുവനന്തപുരത്തേക്ക് 33 കിലോമീറ്ററുമാണ് ഉള്ളത്. മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന ഈ 4.4 സെൻറ്റ് സ്ഥലം, ഇതിനകത്ത് വരുന്ന 1435 സ്ക്വയർ ഫീറ്റ് വീട്, ഇവയ്ക്കെല്ലാം കൂടെ ചേർത്ത് 60 ലക്ഷമാണ് ചോദിക്കുന്നത്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. നിങ്ങൾക്ക് വസ്തു വിൽക്കാനുണ്ടോ, വാങ്ങാനുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ, തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.